വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ആ ദിവസം കൂട്ടുകാരെല്ലാവരും പുതിയ കുപ്പായവും പുതിയ പുസ്തകങ്ങളുമായി ഒത്തുകൂടുന്ന സന്തോഷത്തിന്റെ സുദിനം. അരൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ ഓരോ ക്ലാസ് മുറികളിലും കുട്ടികളുടെ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 8 സി ക്ലാസ്സിൽ മാത്രം നിശബ്ദതയായിരുന്നു. അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ആ സീറ്റിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠി നിയ ഇനി ഒരിക്കലും വരില്ലെന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒന്നും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും കളിച്ചു ചിരിച്ച് എല്ലാവരുടെയും പ്രിയങ്കരിയായി നടന്നിരുന്ന ആ കൊച്ചുമിടുക്കി ഇന്നൊരോർമ്മ മാത്രമാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്ന നിയയ്ക്ക് ജീവനായിരുന്നു നൃത്തം. കഴിഞ്ഞ മെയ് മാസം 6-ാം തീയതി നൃത്ത ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവൾ. വഴിമധ്യേ കാലിലെന്തോ കടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കാലിൽ കട്ടുറുമ്പ് കടിച്ചു എന്ന് മാത്രമാണ് ആ കുഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞത്. ചുറ്റും കാടും പടർപ്പും വെള്ളക്കെട്ടുകളും നിറഞ്ഞ വഴിയിലൂടെ വരുമ്പോൾ അത് കേവലം ഒരു കട്ടുറുമ്പിന്റെ കടിയായിരിക്കുമെന്നേ വീട്ടുകാരും കരുതിയുള്ളൂ. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കട്ടുറുമ്പിന്റെ രൂപത്തിലല്ല, ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയാണ് വിധി ആ കുഞ്ഞിനെ പരീക്ഷിച്ചത്. 1 മണിക്കൂറിനകം തന്നെ ആ കുരുന്നിന്റെ ബോധം മറഞ്ഞു തുടങ്ങി. ശാരീരിക അസ്വസ്ഥതകൾ കഠിനമായതോടെയാണ് ആ പാമ്പുകടിയേറ്റതാണെന്ന തിരിച്ചറിവിലേക്ക് ആ കുടുംബം എത്തുന്നത്. പ്രാണഭയത്തോടെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ആ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. നീണ്ട 24 ദിവസങ്ങൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവന് വേണ്ടി അവൾ പോരാടി. ഒടുവിൽ പ്രാർത്ഥനകളെയെല്ലാം വിഫലമാക്കിക്കൊണ്ട് അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അവസാന ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിതുമ്പുന്ന അമ്മ രാജിയുടെ വാക്കുകൾ കേട്ട് കണ്ടുനിന്നവരുടെ എല്ലാം കരളലിഞ്ഞു. മകളുടെ വിയോഗം താങ്ങാനാവാതെ നിസ്സംഗരായിരിക്കുകയാണ് അച്ഛൻ ലെനിനും അമ്മ രാജിയും അവളുടെ ഇരട്ട സഹോദരങ്ങളായ നവ്യയും നവീനും. ചേച്ചിയായ നവ്യയെപ്പോലെ കലോത്സവങ്ങളിൽ പങ്കെടുക്കണമെന്നും സ്റ്റേജിൽ ചുവടുകൾ വെക്കണമെന്നും നിയയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ ഇരട്ട സഹോദരങ്ങൾക്ക് നിയയുടെ വേർപാട് നൽകിയ ശൂന്യത വാക്കുകൾക്കപ്പുറമാണ്. ആ കുടുംബത്തിന്റെ അവസ്ഥയും ഏറെ പരിതാപകരമാണ്. മഴ പെയ്താൽ ചുറ്റും വെള്ളം നിറയുന്ന ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. നിയയുടെ ചേതനയേറ്റ ശരീരം സ്വന്തം വീട്ടുമുറ്റത്തേക്ക് എത്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഒടുവിൽ ഇവരുടെ ബന്ധുവിന്റെ വീട്ടിലാണ് ആ മൃതദേഹം പൊതുദർശനത്തിന് വെക്കേണ്ടി വന്നത്. ഒരു പുതിയ വീട് നിർമ്മിക്കാനായി നിലവിലുള്ള വീട് പൊളിക്കാനിരിക്കുകയായിരുന്നു ഇവർ. അതിനായി വീടിന് പിന്നിൽ ഒരു താൽക്കാലിക ഷെഡ് കെട്ടി അങ്ങോട്ട് താമസം മാറിയ സമയത്താണ് ഈ ദുരന്തം അവരെ തേടിയെത്തുന്നത്. വെള്ളം കയറാത്ത ഒരു പുതിയ വീട്ടിൽ താമസിക്കാൻ കൊതിയാകുന്നു അമ്മയെന്ന ആ കുരുന്നിന്റെ വലിയൊരു ആഗ്രഹം ബാക്കിയാക്കിയാണ് നിയ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ പ്രിയപ്പെട്ട മകളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അരൂർ എന്ന ഗ്രാമം ഒന്നടങ്കം.